നമസ്കാരം. മലയാള ചലച്ചിത്ര താരം മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ ചലച്ചിത്ര താരം തന്നെയാണ്, നിർമ്മാതാവാണ്. മകനായ ദുൽഖർ സൽമാൻ വല്ലാത്തൊരു നിയമക്കുരുക്കിലാണ് പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ കസ്റ്റംസ് നിരന്തരം പിന്തുടർന്ന് വേട്ടയാടുകയാണ് എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകൾ ആരോപിക്കുന്നത്. പക്ഷേ കസ്റ്റംസുകാർ പറയുന്നത് ഇത് സ്വാഭാവികമായൊരു നടപടിയാണ്. അനധികൃതമായിട്ടുള്ള ഏതാണ്ട് 4 മേൽ വാഹനങ്ങൾ അദ്ദേഹം ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അവർ പ്രയോഗിക്കുന്ന വാക്ക് ഇറക്കുമതി എന്നുള്ളതല്ല, കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അനധികൃതമായി കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ തത്വമയി ന്യൂസിലും തത്വമയിയുടെ വെബ്സൈറ്റിലും എല്ലാം തത്വമയി ഇതിനോടകം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള പ്രശ്നം ദുൽഖർ സൽമാൻ ഈ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് പിഴ ഈടാക്കുമോ, പിഴയടയ്ക്ക് കൊടുക്കേണ്ടി വരുമോ, അദ്ദേഹം ജയിലിൽ പോകുമോ, ഈ വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കുമോ, ഇതൊന്നുമല്ല. അതെല്ലാം നിയമം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ വാഹനക്കടത്തിന് പിന്നിലുള്ള വലിയൊരു അപകടത്തെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരോടൊന്ന് സൂചിപ്പിക്കുവാനാണ് ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തത്. അപകടം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള വാഹനക്കടത്ത് സുഗമമായി നടക്കുന്നുണ്ട്. അതിന് ഇടനിലക്കാരായോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളായോ നമ്മുടെ സംസ്ഥാനത്ത് നിലകൊള്ളുന്നത് പ്രസിദ്ധരായ ചലച്ചിത്ര താരങ്ങളും സമ്പന്നരുമാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ അതിനൊരു ഉദാഹരണം മാത്രം. മറ്റ് പല താരങ്ങളും ഇത്തരത്തിലുള്ള വാഹനക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വാഹനക്കടത്ത് എന്ന് പറയുമ്പോൾ അവർ കള്ളക്കടത്ത് നടത്തി ഇത് മറിച്ച് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അവിടെയാണ് ഇവർ ഇതിൻ്റെ വെറും ഉപഭോക്താക്കൾക്കപ്പുറം ഈ ഒരു ശൃംഖലയുടെ ഭാഗമായി മാറുന്നത്. കാരണം പല ലംബോർഗിനി ഉറൂസ് പോലുള്ള വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് മറ്റൊരു ലംബോർഗിനിയോ ഫെറാറിയോ എടുക്കുവാൻ വേണ്ടി ഇത് മറിച്ച് വിറ്റു എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നഷ്ടക്കച്ചവടമായിരിക്കും. ഈ പറയുന്നൊരു ഉദാഹരണത്തിന് 6 കോടിക്ക് വാങ്ങിയൊരു കാർ അയാൾ മറിച്ച് വിൽക്കുന്നത് 4.5 കോടിയായിരിക്കും. ഈ നഷ്ടത്തിൽ ഉള്ള വിൽപ്പനയുടെ പിന്നിലെല്ലാം പലപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള ഒരു പ്രക്രിയയും ഉണ്ടാകും. അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്, ഗതാഗത വകുപ്പിന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് എത്തുകയാണെങ്കിൽ 10 വാഹനങ്ങൾ വരുമ്പോൾ അവയുടെ രജിസ്ട്രേഷൻ ചിലപ്പോൾ 9 എണ്ണത്തിന് നടത്തും. ഒരെണ്ണം നിഗൂഢതയിലേക്ക് അങ്ങ് മറയും. ആ വാഹനങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ, കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ ആര് സമാധാനം പറയും? ഈ സമാധാനം പറയുവാനുള്ള ആളുകൾ ഈ രജിസ്ട്രേഷൻ എന്ന പ്രക്രിയ നടന്നിട്ടില്ലെങ്കിൽ ആരാണിതിൻ്റെ ഉപഭോക്താവായി ഈ കുറ്റവാളികളുടെ കയ്യിലേക്ക് വാഹനം എത്തിച്ച വ്യക്തി എന്നുള്ളത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ വലിയൊരു ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ വെളുപ്പിക്കുന്ന കള്ളപ്പണവും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളതും വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുൽഖർ സൽമാൻ എന്നുള്ള വ്യക്തി നിങ്ങൾക്ക് ചലച്ചിത്രങ്ങളിലൂടെ എത്ര പ്രിയപ്പെട്ടവനായാലും അല്ലെങ്കിലും ആ വ്യക്തി ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിൻ്റെ ശൃംഖല, അത് അത്ര നിസ്സാരമായൊരു കുറ്റകൃത്യത്തിൻ്റെ ഒരു ശൃംഖലയല്ല. അതിനുമപ്പുറത്തേക്ക് ഒരുപക്ഷെ മയക്കുമരുന്ന് കച്ചവടം, കള്ളക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു ശൃംഖലയായിരിക്കാം അത്. അതിനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ഞാൻ പറയുന്നത് ദുൽഖർ സൽമാൻ ഒസാമ ബിൻ ലാദൻ്റെ ഏറ്റവും വലിയ ഫാൻ ബോയ് ആണെന്നല്ല പറഞ്ഞു വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹവും പങ്കാളിയാകുന്നു എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നൊരു കാര്യം. ഇപ്പോഴും പൂർണ്ണമായിട്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല. കാരണം നിയമം അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ ഈ വാഹനക്കടത്ത് പോലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സാമാന്യബോധം വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഇതത്ര നേരായിട്ടുള്ള മാർഗത്തിലുള്ള ഒരു കച്ചവടമായിരുന്നില്ല എന്നുള്ളത്. ഇനി അതിനുമപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്താൽ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്നും ഭീകരവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തെളിഞ്ഞു വരുന്നത്. അതിലെല്ലാം ഇപ്പോൾ ദുൽഖർ സൽമാൻ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ? അറിയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് ഇഡിയാണ്. ഇല്ല എന്ന് തീർത്ത് പറയുവാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തെ എങ്ങനെ കുറ്റവാളി എന്നിപ്പോൾ വിളിക്കുവാൻ ഞാൻ തയ്യാറല്ലാത്തതുപോലെ അദ്ദേഹം ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വളരെ
സംശുദ്ധനായൊരു വ്യക്തിയാണെന്ന് പറയുവാനും ഞാൻ ആളല്ല. സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ ദുൽഖർ സൽമാന് നേരെ ഇപ്പോൾ നീണ്ടിരിക്കുകയാണ്. അദ്ദേഹം വാഹനക്കടത്തിൽ മാത്രം ഒതുങ്ങി ഈ കുറ്റത്തിന് എന്തെങ്കിലും ഒരു വൻ പിഴ ഒടുക്കി ഇതിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അപ്പോഴും സംശയങ്ങൾ നിലനിൽക്കും. ഒരുപക്ഷെ കസ്റ്റംസിൻ്റെ അന്വേഷണത്തിന് ഒരു പരിധിയുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുവാൻ അധികാരമുള്ളൂ. അതിനുമപ്പുറത്തേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ NIA പോലുള്ള ഏജൻസികൾക്ക് അവരെന്തെങ്കിലും ഒരു കുറിപ്പയക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം സംശയിക്കപ്പെടുന്നു എന്നുള്ളൊരു വാക്ക് അവരുടെ റിപ്പോർട്ടിലുണ്ടെങ്കിൽ ആ ഏജൻസികൾ അപ്പോൾ രംഗത്തെത്തും. ഈ കളിയിലേക്ക് അവരും രംഗപ്രവേശം ചെയ്യും. പിന്നെ കളി കൊഴുക്കും. വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പൊന്നുമില്ല. ഞാനിപ്പോൾ പറയുന്നത് സാധ്യതകളാണ്, ഒരു ഫാൻറ്റസി പോലുമല്ല. ഇത് വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ ദുൽഖർ മാപ്പ് സാക്ഷിയായേക്കാം, അല്ലെങ്കിൽ മനസാ വാചാ കർമ്മണ ഇതൊന്നും അറിയാതെ കാറ് വാങ്ങി മറിച്ചു വിറ്റു, ഒരല്പ കള്ളപ്പണം വെളുപ്പിച്ചു, അതിന് വേണമെങ്കിൽ ടാക്സ് കൊടുക്കാം എന്ന രീതിയിൽ ഇതിൽ ഉൾപ്പെട്ടു പോയൊരു വ്യക്തിയാകാം. അതിനപ്പുറത്തേക്ക് ഈ റെഡ് ഫോർട്ടിലുള്ള സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്ന ഒരു ഏജൻ്റ് ആയിരിക്കില്ല ദുൽഖർ. ആകാം, ആകാതിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടിലും സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിലയിലൊരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഈ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് കസ്റ്റംസ് വിഭാഗം. ഇനിയും ദുൽഖറിനെ ഇന്നലെ അവർ ചോദ്യം ചെയ്തു. ദുൽഖർ സൽമാനെ ഇനിയും അവർ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്ന വസ്തുത. കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയാൽ അല്ലെങ്കിൽ അവ വെളിപ്പെട്ട് വന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIAയും കേന്ദ്ര തലത്തിലുള്ള അന്വേഷണ ഏജൻസികളും നേരത്തെ പറഞ്ഞതുപോലെ ഈ കളിയിലേക്ക് രംഗപ്രവേശം ചെയ്യും. അങ്ങനെ വന്നാൽ സംഗതികൾ കൂടുതൽ ഗുരുതരമാകും. അല്ല എങ്കിൽ ദുൽഖർ ഒരു വൻതുക പിഴ ഈടാക്കി, അല്ലെങ്കിൽ ദുൽഖറിനെ ഒരു വൻതുക പിഴ ഈടാക്കി കസ്റ്റംസ് വിഭാഗം വിട്ടയക്കുകയും ചെയ്യും. ഇത് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത് ദുൽഖർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റതുകൊണ്ട് കോടതിയിൽ പോയതുകൊണ്ടാണ് കസ്റ്റംസ് വിഭാഗത്തിനും വാശിയായത്. ചെയ്ത കാര്യം സംബന്ധിച്ച് ശരി, ഞാൻ പിഴ ഒടുക്കിയേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസ് ഒരുപക്ഷെ അവിടെ തീർന്നേനെ. ആത്മാഭിമാനം ഉണ്ട് എന്നുള്ള കാണിക്കാൻ. കാരണം ഈ എന്തെങ്കിലും മറയ്ക്കുവാനുള്ളവർക്കാണ് ഈ ആത്മരോഷം ഒരു പരിധിക്കപ്പുറം ഉണ്ടാകുന്നത്. താൻ കാണിച്ചൊരു കുറ്റകൃത്യം മറയ്ക്കുവാനായിട്ട് ചെറിയൊരു നിയമലംഘനം, കുറ്റകൃത്യമെന്ന് പോലും പറയുന്നില്ല, ഒരു നിയമലംഘനം മറയ്ക്കുവാനായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ലോകരുടെ മുമ്പിൽ തെളിയിക്കുവാനുള്ളൊരു ആവേശം കാട്ടുന്നത് മിക്കപ്പോഴും അതിലും വലുതെന്തോ മറയ്ക്കുവാനുള്ളവർക്കായിരിക്കും. കാരണം തൻ്റെ പ്രതിച്ഛായ എപ്പോഴും 916 ക്യാരറ്റിൽ തിളങ്ങി നിൽക്കണം എന്ന് നിർബന്ധമുള്ളവർക്കായിരിക്കും. അങ്ങനെ നിർബന്ധമുള്ളവർ മിക്കവാറും അവസരങ്ങളിൽ എന്തെങ്കിലും വലിയ കുറ്റകൃത്യങ്ങൾ മറയ്ക്കുവാൻ ശ്രമിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മറയ്ക്കുവാനുള്ളവരായിരിക്കും. ദുൽഖർ അതിൽ ഏതാണെന്നുള്ളതൊക്കെ ഇനി നിയമം തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര നല്ല കാലമല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റംസിൻ്റെ മുൻപിൽ ഇനിയും ചോദ്യം ചെയ്യപ്പെടുവാൻ ചെന്നിരുന്നു കൊടുക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ നിയമ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം വികസിക്കുന്നതിനനുസരിച്ച് ദുൽഖർ, ഞാൻ പറഞ്ഞതുപോലെ, വലിയൊരു തുക പിഴയൊടുക്കി ഈ കേസിൽ നിന്ന് വിടുതൽ നേടി പുറത്തു വരികയാണെങ്കിൽ പിന്നെ ആ വാർത്തയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഒരു നിയമലംഘനം നടത്തി അതിന് പിഴയൊടുക്കി അയാൾ പുറത്തു പോയി സാധാരണക്കാരനായി ജീവിക്കുന്നു, വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം തുടരുന്നു, ഈ അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ കുഞ്ഞിക്കയായി ജീവിതം തുടരുന്നു. അല്ല എങ്കിൽ വിഷയം ഗുരുതരമാണ്, വാർത്താ പ്രാധാന്യമുള്ളതാണ്, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. അങ്ങനെയാവുകയാണെങ്കിൽ ഈ വിഷയം തത്വമയി ന്യൂസ് വീണ്ടും കയ്യിലെടുക്കുന്നതാണ്. എന്തായാലും തത്വമയി ന്യൂസ് ഈ വിഷയത്തെ കൃത്യമായി തന്നെ പിന്തുടരുന്നുണ്ട്. സംഭവ വികാസങ്ങൾ പ്രേക്ഷകരുമായി യഥാസമയം പങ്കുവയ്ക്കുന്നതുമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.